എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPSന്റെ മുടങ്ങാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1943 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ക്രിസ്മസ് ആഘോഷമാണ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ആഘോഷത്തിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കുക. എല്ലാവരും ക്രിസ്മസ് മെസ്സേജുകളും ക്രിസ്മസ് ഗാനങ്ങളും എല്ലാം ആലപിച്ച് നമുക്ക് നല്ല രീതിയിൽ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം ഗംഭീരമാക്കണം. അപ്പോ ഇന്നത്തെ ഈ ക്രിസ്മസ് ആഘോഷങ്ങള് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ഡോക്ടർ ആര്യ AR ക്ഷണിക്കും. ഡോക്ടർ ആര്യയെ ക്ഷണിക്കും. മാഡം കേൾക്കാമോ? കേൾക്കാം ആര്യ. ഈശ്വരാ കൈകൂപ്പി നിൽപ്പൂ ഞങ്ങൾ നിൻ മുന്നിൽ, കാരുണ്യമെന്നും ചൊരിയണമേ. ഈശ്വരാ കൈകൂപ്പി നിൽപ്പൂ ഞങ്ങൾ നിൻ മുന്നിൽ, കാരുണ്യമെന്നും ചൊരിയണമേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതെ അനുസരിച്ചും, ഉള്ളിൽ വെളിച്ചം പകരുന്ന ഗുരുവിനെ ഒന്നായി സ്നേഹിച്ചും ആദരിച്ചും, സത്യവും ധർമ്മവും നീതിയും ജീവിത തത്വങ്ങളായി അംഗീകരിച്ചും, ഈശ്വരാ കൈകൂപ്പി നിൽപ്പൂ ഞങ്ങൾ നിൻ മുന്നിൽ, കാരുണ്യമെന്നും ചൊരിയണമേ. വളരെ നല്ല പോലെ പ്രയർ സോങ് ആലപിച്ചു. നന്ദി ആര്യ. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ IFPHന്റെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേട്ട് സാറിനെ ക്ഷണിക്കുകയാണ്. സാറ് സാറിനെ കോഹോസ്റ്റ് ആക്കിയിരിക്കണേ ഹ്യൂബർട്ട് ഡോക്ടറെ. കേക്കാം സാറേ, കേക്കാം. ഞാൻ തീരെ വയ്യാതെ കിടക്കായിരുന്നു. പനിയും തലദോഷമൊക്കെ വന്നിട്ട് ചുമയും വന്നിട്ട് പഴയ പിള്ളേർക്കുണ്ടാകുന്ന വില്ലൻ ചുമയില്ലേ, ആ ടൈപ്പ് ചുമ വന്നിട്ട് ലാസ്റ്റ് പിന്നെ കുഴിഞ്ഞ് മറിഞ്ഞ് വീണു പോകും. അതുപോലത്തെയാണ്. റോസറായിട്ടൊന്നും മാറ്റം ഉണ്ടായില്ല. റോസർ സാറിന് ഞാൻ വെള്ളം കൊടുക്കുന്നു എല്ലാവർക്കും. ഇതുകൊണ്ട് മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നെ അത് എന്തോ മരുന്ന് റെഫർ ചെയ്ത് കഴിക്കുക തന്നെ, അതാണെന്ന് ഓർമ്മയില്ല. പിന്നെ പറയാം. ഒരു ദിവസം കഴിച്ചപ്പോൾ തന്നെ അവന്റെ കാടിനും കുറഞ്ഞു കൊടുത്തിപ്പോ. അതാണ് ഞാൻ കയറാൻ സാധ്യത വന്നത് ഇപ്പൊ. അല്ലെ ഇന്ന് ഞാൻ ലീവ് എടുത്ത് പോയായിരുന്നു. ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ നമ്മുടെ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? 10,000 തീരുവില്ല, 12,000 തീരുവില്ല എന്ന് തോന്നുന്നുണ്ടോ അല്ലേ? ഈ വർഷത്തെ അവസാന ദിവസമാണല്ലോ. അടിച്ചു പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചടിക്കും മിക്കവാറും. മിക്കവാറും നേരം വിളിക്കുമ്പോഴേ തീരുവിടുന്ന തോന്നുന്നത്. പണ്ടൊരു ഇങ്ങനെ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടോ ഓഫാക്കിയത്. അന്ന് നമ്മുടെ ആരൊക്കെ ഉണ്ടായിരുന്നു വില്ലന്മാര്? ബോംബെയിൽ ദുബായിലെ വില്ലാനും അതുപോലെ ദുബായിലെ പണ്ടുണ്ടായിരുന്ന വില്ലൻ ഇപ്പൊ ഇന്ത്യൻ വില്ലനായിട്ടുള്ള അവര് രണ്ടുപേരായിരുന്നു വില്ലന്മാരുണ്ടായിരുന്നത്. വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വർത്താനം പറഞ്ഞ് ഞാൻ പറഞ്ഞ് നിർത്തുന്നു. ഒന്നരയായി ഞാൻ പറഞ്ഞ് നിർത്തുന്നു പറഞ്ഞു. അത് ആരെങ്കിലും ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉണ്ടോ? അന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് ട്രിവാൻഡ്രത്തായിരുന്നു ക്യാമ്പ് ചെയ്തത്. എന്നിട്ട് അസാഗ് കടയിൽ വന്ന് കാപ്പ് കുടിച്ചിട്ട് അവിടെ മറിഞ്ഞ് വീഴുകയും ചെയ്തത്. താനാ പൊക്കിയെടുത്ത് ഓർമ്മ ഉണ്ടോ? അത് പിന്നെ ഓർക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അന്ന് ഞാൻ വല്ലാതെ വിഷമിച്ചു. നോക്കാനായിട്ട് 2-3 പേര് പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക്. പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല. ഉറങ്ങാൻ പറ്റിയിട്ടുമില്ല. നേരം പെടുത്തപ്പോ ഒരു 5 മണിയായപ്പോ എനിക്ക് നമസ്കരിച്ചിട്ട് പിന്നെ ഒന്ന് ഉറങ്ങി.
അങ്ങനെ പിന്നെ ഒരു 8 മണിയായപ്പോൾ എണീറ്റ് നാസ്താക്ക് വേണ്ടി ഇവിടെ വന്നെയാണ്. നാസ്ത എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്. അതാണ് മൂപ്പൻ്റെ ഹോട്ടലിൽ വന്നത്. അവിടുത്തെ മട്ടൻ കറിയും വെള്ളാപ്പവും വളരെ പ്രസിദ്ധമാണ്. ഞാൻ കോഴിക്കോട് വേറെ വരികയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും രാവിലത്തെ മട്ടൻ കറിയും ഇതും കഴിക്കും ഞാൻ. എത്ര ദിവസം ഉണ്ടെങ്കിലും ഒരു ദിവസം വയ്ക്കാതെ പോവില്ല, എവിടെ പോയി താമസിച്ചാലും. എവിടെ? എന്തോ ആസാം ഹോട്ടൽ മൂപ്പനല്ല, ആസാദ്. ആ ആസാം ഹോട്ടല് പഴയങ്ങാടിയില്. ഓ അവിടെയാണ് ഏറ്റവും നല്ല ഉള്ളത്. കാരണം എല്ലായിടത്തും ഉണ്ടെങ്കിൽ തന്നെയും ആസായി പഴയങ്ങാടിയിലെ ഒരു പ്രത്യേകതയാണ് അവിടുത്തെ ആഹാരത്തിന്റെ രീതി. സാറേ കുക്ക് ഒരു സെക്കൻഡ് മാറുന്നതുകൊണ്ടാണോ? പറഞ്ഞോട്ടെ. സാറേ ഒരു സെക്കൻഡ് ഒന്ന്. പറഞ്ഞു. ആര്യ പൊക്കളയുടെ നമുക്ക് ഇനിയും പാട്ടുകൾ ആവശ്യമുണ്ട്. അതൊക്കെ ഒന്ന് പാടി ശരി. എത്തുമ്പോഴേക്കും സാറ് പറഞ്ഞു പാടാം madam. ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ ഓക്കെ ഞാനൊരു കരോള് പാടുന്നുണ്ട്, അപ്പൊ അത് പാടാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ. ഓക്കെ അപ്പൊ സാറിന് തുടരാം. ഞാൻ വർത്തമാനം പറയാം. എന്നാൽ ചുമ വരും. ചുമ വന്നാൽ പിന്നെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. ഞാൻ പിന്നെ ഓഫാക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. സാറേ, അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ആ പറയും. ഉദ്ഘാടനം ചെയ്യാം സാറേ. ധനുഷേ, ഞാൻ പറഞ്ഞ് വിട്ടുപോയി കേട്ടോ. ഡെയിലി ഇപ്പൊ 2 ദിവസം കൊണ്ട് തല കുളിക്കാനില്ലായിരുന്നു. വൈഫ് സമ്മതിക്കില്ല. ആ സമയത്ത് പിടിച്ചു മാറ്റും. കുളിക്കുന്നില്ല, അമ്മറ്റും ചുമ മാറിയിട്ടില്ല. ഞാൻ ഇന്ന് പറഞ്ഞു ധനുഷം വിളിച്ച് പറഞ്ഞു പോലെ, അത് നിങ്ങൾ 2 ദിവസം കൊണ്ട് കുളിക്കുന്നില്ലല്ലോ, തല നനയ്ക്കുന്നില്ലല്ലോ, പിന്നെന്താ പ്രശ്നമെന്ന് വെച്ചു. നമ്മളെ 3 ദിവസം ആക്കാൻ വേണ്ടി പറഞ്ഞു. നാളെയും കൂടെ ചെയ്ത് നോക്കാം തീരുമാനിച്ചത്. ശരിക്കും ചുമയാണ്. നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കൂടെ തീർച്ചയായിട്ടും ഇന്നത്തെ ആഘോഷങ്ങളെല്ലാം നന്നായിട്ട് നടക്കട്ടെ എന്നും പാട്ടുകൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ സന്തോഷത്തിനും പുതിയ ഇയറിന്റെ വരവിനും ക്രിസ്മസ് ശേഷമുള്ള പുതിയ വരവിനും എല്ലാം കൂടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ക്രിസ്മസിന്റെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇക്കാലം ഓക്കെ സാറേ, എന്തായാലും ഈ സുഖമില്ലാത്ത അവസ്ഥയിലും സാറ് വന്നു നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷം. ഒപ്പം നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇനി സാറിന് സംസാരിച്ചില്ലെങ്കിലും തുടരണമെങ്കിൽ തുടരാം. ഓക്കെ ഓക്കെ സാറേ. അപ്പൊ ഇനി ആര്യക്ക് പോകാൻ ധൃതിയുണ്ടോ? ഉണ്ട് മാഡം, ഇവിടെ കുറച്ച്. അപ്പൊ ആര്യയുടെ ഒരു പാട്ടുകൂടെ കഴിഞ്ഞിട്ട് ഹ്യൂബർട്ട് ഡോക്ടറിലേക്ക് വരാം. മാഡം അതിനിടയ്ക്ക് പാട്ട് എങ്ങനെയാണ്? പാട്ട് ആര്യക്ക് ഇഷ്ടമുള്ള കരോൾ ഗാനോ ഉണ്ടോ? ഏത് ഒരു പാട്ടുണ്ട്, ഞാൻ പാടിയിട്ട്. ആയിക്കോട്ടെ, കരോൾ ഗാനം തന്നെ പാടി. ഇമ്മാനുവേലിന്റെ സ്നേഹം തേടുമ്പോൾ സമ്മാനം നേടുന്നു മണ്ണിൽ എല്ലാരും. കണ്ണോട് കണ്ണായി കാണാം നാമത്തെ, പുണ്യാഹം പോലെന്നും ഉള്ളിൽ കാത്തിടാമെന്നും. ക്രിസ്മസിനാനന്ദം പൂന്തിങ്കളായി നിന്റെ കരളിൻ്റെ ഇരുൾ മാറ്റി ഉണർവീകിടും എന്നും. ക്രിസ്മസിനാനന്ദം പൂന്തിങ്കളായി നിന്റെ കരളിൻ്റെ ഇരുൾ മാറ്റി ഉണർവീതിടും. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ, ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ, ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്നിത്താരമെങ്ങും മിന്നാമിന്നി പോലെ മന്നാ പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. മിന്നിത്താരമെങ്ങും മിന്നാമിന്നി പോലെ മന്നാ പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. താങ്ക് യു. വളരെ നല്ല പാട്ടായിരുന്നു. നന്ദി ആര്യ. എന്തായാലും പ്രയർ സോങ് പാടി, നല്ലൊരു കരോൾ ഗാനവും പാടി. വളരെ സന്തോഷം. താങ്ക് യു മാം. ഓക്കെ ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ
അടുത്തത് ഇനി നമ്മുടെ സൂമിന്റെ എല്ലാമായ ഹ്യൂബർട്ട് ഡോക്ടറിലേക്ക് പോവുകയാണ്. ഹ്യൂബർട്ട് ഡോക്ടർ നമ്മുടെ IFPHന്റെ ആസ്ഥാന ഗായകൻ കൂടിയാണ്. ഇഷ്ടംപോലെ പാട്ടുകളൊക്കെ സ്റ്റോക്ക് കാണും. അപ്പോ ഹ്യൂബർട്ട് ഡോക്ടർക്ക് പാട്ടോ ക്രിസ്മസുമായിട്ടുള്ള അനുഭവങ്ങളോ ഒക്കെ പങ്കുവയ്ക്കാം. ആദ്യമായിട്ടൊരു എല്ലാവർക്കും ക്രിസ്മസ് ദിന ആശംസകൾ നേരുന്നു. ഞാൻ എഴുതിയൊരു പാട്ട്, ഞാൻ എഴുതി സംഗീതം ചെയ്തൊരു പാട്ട് ഞാനിപ്പോൾ പ്ലേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ലവ് ഈസ് ഗോഡ് എന്ന് പറയണം കേട്ടോ. ഗോഡ് ഈസ് ലവ് എന്ന് പറയാൻ പാടില്ല. ലവ് ഈസ് ഗോഡ്, അതാണ് ശരിയായ വാക്ക്. ഇവിടുന്ന് അഭിപ്രായം ഉണ്ടോ? ഇല്ലല്ലോ, ഞാനിപ്പോ ഇതൊന്ന് കുളിർമയായി
Christmas, Happy Christmas, Happy Christmas. Ah, ah, സ്നേഹമാകും ദൈവം ഭൂവിൽ ശിശുവായി പിറന്നു. ബേത്ലഹേമിൻ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നു. ദിവ്യ നക്ഷത്രമുദിച്ചു, ദിവ്യ പ്രകാശം നിറഞ്ഞു. നല്ല പാട്ടായിരുന്നു. ഇക്കണക്കിന് താമസിയാതെ ഹ്യൂബർട്ട് ഡോക്ടർക്ക് ഒരു ഫിലിമൊക്കെ സംവിധാനം ചെയ്യുന്ന ലക്ഷണമുണ്ട്. അതിന് സംവിധാനമില്ല. എന്തായാലും വളരെ നല്ല ഒരു ഗാനം തന്നെ, ക്രിസ്മസ് ഗാനം തന്നെയാണ് ഡോക്ടർ ഈ വേദിക്ക് സമ്മാനിച്ചത്. ഇനി നമ്മുടെ എന്തായാലും ധനേഷ് ഡോക്ടർ പറഞ്ഞോളൂ. നമ്മൾ ഈ വർഷം ഒരു ദിവസം വൈകിയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. കാരണം തലേ ദിവസം വെക്കാന്ന് വെച്ചപ്പോഴത്തേക്ക് ക്രിസ്മസിന്റെ തലേ ദിവസം എല്ലാവർക്കും പള്ളിയിൽ പോകേണ്ട ദിവസമാണ്. പിന്നെ ഇന്നലെ ഭൂരിഭാഗം പേരും യാത്രയിലും പള്ളി ഫംഗ്ഷനിലും വീട്ടിലൊക്കെ ഗസ്റ്റുകളൊക്കെ ഉള്ള സമയത്ത് പാർട്ടിസിപ്പൻസ് കുറയും എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തേക്ക് വെച്ചത്. ഒരിക്കലും IFBH ക്രിസ്മസ് പോലെ നമ്മൾ ആഘോഷങ്ങളൊന്നും മറക്കാറില്ല. കൃത്യമായിട്ട് നമ്മൾ എല്ലാ വർഷവും ഇതൊക്കെ ആഘോഷിക്കുന്നതാണ്. ഞാനും ഈ പറഞ്ഞ പോലെ ഹോമിയോപ്പതി കുറിച്ചി ആതിരാശ്രമത്തിൽ പഠിക്കുന്ന കാലത്ത് ക്രിസ്മസ് കരോളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പാടിയ ഒരു ഗാനത്തിന്റെ ഒരു ആദ്യ വരി ഞാനൊന്ന് പാടാം. ബദലേഹം താഴ്വരയുണർന്നെഴുന്നേറ്റു മാലാഖമാരുടെ ഗാനാലാപങ്ങളാ. ബദലേഹം താഴ്വരയുണർന്നെഴുന്നേറ്റു മാലാഖമാരുടെ ഗാനാലാപങ്ങളാ. പിറന്നു ഉണ്ണി പിറന്നു, ഉണ്ണീശു പിറന്നു, ഉണ്ണി പിറന്നു. അങ്ങനെ അങ്ങ് തുടരും. ഇത്രയാണ് എന്റെ ഒരു കോൺട്രിബ്യൂഷൻ. നമ്മളിപ്പോ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കുളിർമയാണ്. ആ മഞ്ഞ് മലകളും എല്ലാം കൂടെ ആയിട്ട്. ഒരിക്കൽ ജീസസിനോട് ഗ്രീക്കുകാർ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഗ്രീക്കുകാരിങ്ങനെ ജീസസുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ ജീസസിന്റെ അടുത്ത് ചോദിച്ചു, സോക്രട്ടീസിനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ ജീസസ് പറഞ്ഞു, എനിക്കറിയാം. അപ്പൊ എങ്ങനെ അറിയാം? ഇവർക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം ജീസസ് കോളേജിൽ സ്കൂളിലൊന്നും പോയിട്ടില്ല, ഈ ലോക്കൽ ഏരിയയിലാണ് കിടക്കുന്നത്. പക്ഷെ എങ്ങനെ സോക്രട്ടീസിനെ കുറിച്ച് അറിയാമെന്നുള്ളൊരു സംശയത്തോടുകൂടി ജീസസിനോട് ചോദിച്ചു. അപ്പൊ ജീസസ് പറഞ്ഞു, സോക്രട്ടീസിന്റെ കാര്യങ്ങളൊക്കെ ജീസസ് സംസാരിക്കുകയും സോക്രട്ടീസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തപ്പോൾ ഗ്രീക്കുകാർക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ അവർ ചോദിച്ചു, എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ജീസസ് പറയണ്ടായി, സോക്രട്ടീസിലൂടെ സംസാരിച്ചത് ഞാനാണ്. അപ്പോൾ അത് കാരണം എന്ന് വെച്ചാൽ രക്ഷകനായിട്ട് ഭൂമിയിൽ വരുന്നതിന് മുൻപ് തന്നെ, വർഷങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ന ഒരു രക്ഷകൻ വരും, രക്ഷകൻ വരും, രക്ഷകൻ വരും എന്ന്. ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ശിശു ജനിക്കുകയും ആ ശിശു ജനിക്കുകയും അപ്പോൾ ശിശുവിനെ അറിയുന്നു. 3 രാജാക്കന്മാർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സാധാരണ ഒരു കൊച്ചു കുടിലില്, ഒരു പുൽക്കുടില് കിടക്കാനൊരു സ്ഥലം കിട്ടാതെ, പ്രസവിക്കാനൊരു സ്ഥലം കിട്ടാതെ ഒരു സ്ഥലത്ത് വരികയും ആ കൊച്ചു കുടിലിൽ കിടക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ 3 രാജാക്കന്മാര് ദൂരെ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഏഷ്യൻ ഭാഗത്തു നിന്ന്, നമ്മുടെ ഇന്ത്യ ഏരിയയിൽ നിന്നും ഇതിനെ കാണാനായിട്ട് 3 രാജാക്കന്മാർ പോയതായിട്ടാണ് പറയുന്നത്. 3 ഭാഗത്തു നിന്ന് വന്നവര്
ഒരിടത്ത് ഒരു നക്ഷത്രത്തെ കണ്ട് 3 ഭാഗത്തു നിന്ന് ജ്യോതിശാസ്ത്രജ്ഞരായിട്ടുള്ള വലിയ ജ്ഞാനികളായിട്ടുള്ള 3 രാജാക്കന്മാരാണ്. വരുന്ന സമയത്ത് ഇവർ ഒരിടത്ത് വന്ന് എല്ലാവരും കാണുകയാണ്, പരസ്പരം കാണുന്ന സമയത്താണ് ചോദിക്കുന്നത് എങ്ങോട്ട് പോകുന്നത് പറഞ്ഞു. ഞങ്ങൾ ഒരു നക്ഷത്രം കണ്ടു, ഏതോ ഒരു ശിശു ജനിച്ചിരിക്കുന്ന ആ ശിശുവിനെ കാണാനായിട്ട് പോകും. എന്നിട്ട് ഈ ശിശുവിനെ കാണാനായിട്ട് വരികയും അവർ രാജകൊട്ടാരത്തിലോട്ടാണ് പോയത്. പക്ഷെ രാജകൊട്ടാരത്തിൽ പോയി ചോദിച്ചു ഇവിടെ ഒരു ശിശു രാജാവ് ജനിച്ചിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവില്ല. അപ്പൊ അവര് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഇവർ എന്നിട്ട് അവിടെ നിന്ന് പോവുകയും ഈ നക്ഷത്രം കണ്ട ഭാഗത്തിന് പോവുകയും അവസാനം ഈ ശിശുവിനെ കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു ജീസസിന്റെ ജന്മം, അങ്ങനെ ഒരു ജന്മമാണ്. ആ ജന്മത്തിൽ നിന്ന് അന്ന് പറയുന്ന അന്ധകാരത്തിൽ നിന്നിരുന്ന ഒരു പ്രകാശത്തെ കണ്ടു. അപ്പോൾ ആ പ്രകാശമാണ് ലോകത്ത് മൊത്തം വ്യാപിക്കുന്ന ഒരു പ്രകാശം. അത് ഒരു സത്യത്തിന്റെ പ്രകാശമാണ്, ദൈവത്തിന്റെ ഒരു ജ്ഞാനത്തിന്റെ പ്രകാശമാണ്. അത് എല്ലാവർക്കും കാണിച്ചു തരുന്ന ഒരു വഴിയാണ്. അത് ജീസസിനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ വഴി, സത്യം, ജീവനും ഞാനാകുന്നു. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറയാം. അപ്പൊ സത്യത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വഴിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ജീവനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ഈ മരിച്ചു തീർന്നാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളത്. അപ്പോൾ അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജീസസിനെ സംബന്ധിച്ചുള്ള എല്ലാ മനുഷ്യരും മരിച്ചു പോയെങ്കിലും മരിച്ചു മണ്ണടിയാണ്. എത്ര വലിയ വമ്പന്മാരായിരുന്നു മണ്ണടിച്ചു പോയി. പക്ഷെ ജീസസ് മാത്രം പിന്നെ രണ്ടാമത് മരിച്ച് ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കൊലപാതകത്തിനിരയായി മരിച്ച് മണ്ണി പോവുകയും അത് കഴിഞ്ഞ് 3-ാം ദിവസം ഉയർത്തുകയും പിന്നെ 40 ദിവസം ഭൂമിയിൽ മറ്റ് എല്ലാവരുമായിട്ടും ജീവിക്കുകയും പിന്നെ എല്ലാവരും നോക്കി നിൽക്കുക ആകാശത്തോട്ട് പോവുകയും ചെയ്തു എന്നാണ് ഒരു വിശ്വാസവും അങ്ങനെയാണ് ഇത് വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിലാണ് ഒരു പ്രത്യാശ. കാരണം മരണത്തോടു കൂടി എല്ലാം തീരുന്നില്ല, മരണം എല്ലാത്തിന്റെ എൻഡാണ്. അപ്പോൾ നമ്മൾ ഒരു നല്ലൊരു ജീവിതം നയിക്കണം. നമ്മൾ ഈ ഹൈന്ദവ വേദങ്ങളിൽ ഒരു മീറ്റിങ്ങിന് എന്നെ വിളിച്ചിരുന്നു, ഇങ്ങനെ ക്രിസ്മസിനെ കുറിച്ച് സന്ദേശം കൊടുക്കുക. അന്നേരം ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു, ഹൈന്ദവ മതത്തിൽ സാധാരണ നമ്മളെ മഹാഭാരതത്തിലൊക്കെ ഈ ഏറ്റവും കൂടുതൽ സഹനങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചു. അപ്പോൾ ആർക്കും അത് പിടികിട്ടുന്നില്ല, ആരും അത് പറയാൻ പറ്റിയില്ല. അപ്പോഴാണ് ഒരാൾ പറഞ്ഞു, ഭീഷ്മാചാര്യരാണെന്ന് പറഞ്ഞു. ശരശയ്യയിൽ കിടന്നു. അപ്പൊ ഏകദേശം 56 ദിവസം ശരശയ്യയിൽ കിടന്നു എന്നുള്ള ഒരു മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഭീഷ്മാചാര്യർ എന്തിനു വേണ്ടിയാണ് ശരശയ്യയിൽ കിടന്നത്? അതാണ് ഒരു ചോദ്യം. ഭീഷ്മാചാര്യർ ശരശയ്യയിൽ കിടന്നെന്ന് പറഞ്ഞാൽ തന്റെ പാപങ്ങളെല്ലാം പോകാനും തനിക്ക് സ്വർഗഗതി കിട്ടാനും വേണ്ടി കാത്തു കിടക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു പാപത്തിന് എന്തുമാത്രം കാഠിന്യമുണ്ട്, മനുഷ്യനെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് തടസ്സപ്പെടുത്തുന്ന എല്ലാവരും ഗംഗാസ്നാനം ചെയ്യുന്നു, ആ സ്നാനം ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എല്ലാം അതിനു വേണ്ടിയാണ്, ഈ പാപഭാരങ്ങൾ മൊത്തം കഴിക്കളയാൻ വേണ്ടി. അപ്പൊ അത് ജീസസ് ഏറ്റെടുക്കുന്നുണ്ട്, മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുക്കുകയും ബാക്കിയുള്ളവർക്ക് സ്വർഗത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം തുറന്നു തരികയും ചെയ്യുന്നു. അതാണ് ഈ ക്രിസ്മസിനെ കുറിച്ചുള്ള ഒരു സന്ദേശവും യേശുവിന്റെ ജന്മവും. താങ്ക് യു. എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ. ഹ്യൂബർട്ട് ഡോക്ടർ ഇനിയും വീണ്ടും പാട്ടുകളൊക്കെ പാടണം. ഭക്തിഗാനങ്ങളും പഴയ ഭക്തിഗാനങ്ങളും അല്ലെങ്കിൽ ക്രിസ്തീയ ഗാനങ്ങൾ സിനിമയിൽ പല സിനിമകളിലും ഉണ്ട്. അതും 1-2 പാടിയാൽ വളരെ നന്നായിരിക്കും. ഇപ്പം നമുക്ക് പരിചയം ഉണ്ടല്ലോ ആ പാട്ടൊക്കെ, അപ്പൊ ഒന്നുകൂടെ കേൾക്കുന്നത് സന്തോഷം. ഇനി നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും അവരവരുടെ ക്രിസ്തുമസ് അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. മനോജ് ഡോക്ടർ ഉണ്ട്. ക്രിസ്മസ് യേശു എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഏറ്റവും നല്ലൊരു പുരുഷനാണ്. ഈസാ നബി എന്ന് പറയും. ഈസാ നബി, ജീസസ് എന്ന് പറയുന്ന ഈസാ നബിയാണ്. മുസ്ലിങ്ങളെ അറിയോ? അത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഈസാ നബി നബിമാരെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ഒരു കാരുണ്യത്തിന് വേണ്ടിയും സമുദായ ഉദ്ധാരണത്തിന് വേണ്ടിയും അഴിമതിക്കുന്നതിന് ഒരേ സമയങ്ങളിൽ ഒരു നബിമാരുണ്ടായിട്ടുണ്ട്. അവസാന നബിയാണ് ഈ മുഹമ്മദ് നബി. അതിന് തൊട്ട് മുമ്പുള്ള നബിയാണ് ഈസാ നബി. മുസ്ലിങ്ങളിലെ ഏറ്റവും ലാസ്റ്റത്തിൽ നബിയേക്കാളും തൊട്ട് മുമ്പിലുള്ള നബിയാണ് ഈസാ നബി. അദ്ദേഹം ഒരുപാട് ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണെങ്കിൽ തന്നെയാണ്. അദ്ദേഹത്തിന് വെളിപാടുണ്ടായിട്ട് അദ്ദേഹത്തെ ഈ തമ്പുരാൻ നേരിട്ട് വിളിക്കുകയാണ്.
ഇനി ലോകാവസാന സമയമാകുമ്പോഴത്തേക്കും ഇവിടെ വീണ്ടും അദ്ദേഹം നിന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം നിന്ന് ഇറങ്ങും, ഒറ്റക്കണ്ണായ ഒരു രാജാവിനെ വകവരുത്തും. അങ്ങനെ വീണ്ടും രാജ്യം 33 വർഷത്തോളം ഭരിക്കുന്നു പറയുന്നുണ്ട്. അപ്പം 33 വയസ്സിലാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഏറ്റവും പറഞ്ഞത്. 66 വയസ്സിന് ആയുസുണ്ട് അദ്ദേഹത്തിന്. ഇനി 33 വർഷം ബാക്കി നിൽപ്പുണ്ട്. അത് മേളുടെ ഇങ്ങനെ തിശന്തൂരിൽ നിൽക്കുകയാണ്. അതായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മെഹ്റാജ് പോകുന്നുള്ള കഥയുണ്ട്, അറിയാവോ? മെഹ്റാജ് ദൈവത്തിനെ കാണാൻ വേണ്ടി മേപ്പോട്ട് പോകുന്നുണ്ട്. പോകുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഈസാ നബീനെയാണ്. കാരണം ആകാശത്തിന് 7ാമത്തെ ആകാശത്തിന്റെ പുള്ളി അവിടെ കാത്തു നിൽക്കുക. പുള്ളിയാണ് ഡയറക്ഷൻ കൊടുക്കുന്നതെല്ലാം. ആദ്യം മുസ്ലിംസിന് 25 വർഷത്തെ 25 നേരത്തെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. 25 നേരത്തെ പ്രാർത്ഥന. അപ്പൊ ഇറങ്ങി വന്നപ്പോൾ ഈസാ നബി പറഞ്ഞു, നീ എന്താ പറഞ്ഞിട്ട് ഇതുകൊണ്ട് പോയാൽ നിന്റെ അനുയായികൾ അനുസരിക്കത്തില്ല, അവർ വീണ്ടും തല്ലിപ്പൊളിയായിട്ട് നടക്കും. അവിടെ തിരിച്ചു പോകാൻ പറയുന്നു. തിരിച്ചു പോയിട്ട് വീണ്ടും അത് അപേക്ഷിക്കുന്നു. തമ്പുരാൻ കുറച്ചുകൂടെ കുറച്ചു കൊടുത്തു. 20 ആയി കൊടുത്തു. അവസാനം 5 കൊടുത്തു. 5 കൊടുത്തപ്പോൾ പറഞ്ഞ നബി പറഞ്ഞു, എനിക്കിനി പോവാന്നാണോ വന്നു, 5 വരത്തെ നമസ്കാരം ആയിക്കോട്ടെ, ഇനി ഞാൻ പോയാലും ചെയ്യാവില്ല എന്നിട്ട് പുള്ളി 5 നേരത്തെ നമസ്കാരം പരിപൂർണമായിട്ട് അംഗീകരിച്ചിട്ട് ഇവിടെ ഒന്ന് തിരിച്ചു വരികയാണ്. അതിന് കാരണക്കാരനായിരുന്നത് ഈസാ നബിയാണ്. അത് 30 വർഷത്തെ പ്രാവശ്യത്തെ നമസ്കാരം 5 വർഷത്തായിട്ട് 5 പ്രാവശ്യത്തെ കുറച്ചു കൊടുത്തത് കാരണക്കാരൻ ഈസാ നബിയാണ്. അന്ന് പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇന്ന് എല്ലാം കാക്കമാരും കഷ്ടപ്പെട്ടു പോയാണ്, പണിക്ക് പോകാതെ. അപ്പൊ ഈസാ മനസ്സിലായില്ലേ? നിസ്കരിക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളായിരുന്നില്ലേ? സമയം ഉണ്ടാവുള്ളൂ. 24 മണിക്കൂറിലും നമസ്കാരം അത് ഓരോ 3/4 മണിക്കൂറോ ഓരോ 50 മിനിറ്റ് നമസ്കാരമായിരിക്കും. അത് രക്ഷപ്പെടുത്തിയത് ഈസാ നബിയാണ്. സാറ് പറഞ്ഞുകൊണ്ട് വരുന്ന ഈ ഈസാ നബിയും യേശു ക്രിസ്തുവായിട്ട് ബന്ധമുണ്ടെന്നാണോ? ഉണ്ട്. ഞങ്ങളെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന നബിയാണ് ഈസാ നബി. നമ്മുടെ വിശ്വാസപ്രകാരം അദ്ദേഹത്തെ കുറിച്ച് കളിച്ചിട്ടില്ല. ഡോക്ടർ കുടിച്ചു മ്യൂട്ടാണ്. വന്നതിലൊക്കെ ശരിയാണ്. ആ സമയത്ത് വേറെ ആള് മാറി ദൈവം തമ്മിൽ നേരിട്ട് വിളിക്കുകയായിരുന്നു. അവിടെ നിർത്തിയിരിക്കുകയാണ് ഇനിയും തിരിച്ചു വരാൻ വേണ്ടി. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. അത് മനോജ് ഡോക്ടറുടെ ഈ ക്രിസ്മസ് മുസ്ലിങ്ങളുടെ അടിസ്ഥാന പ്രമാണത്തിൽപ്പെട്ടാണ് കേട്ടോ. അന്ത്യപ്രവാചകനായ നബിയുടെ ഒരു പ്രത്യേക വാക്കാണ് ഇസ്ലാമി തിരിച്ചു വരുമെന്നും വീണ്ടും ശാന്തി സമാനം ഇവിടെ ഉണ്ടാവുമെന്നും. ഓക്കെ സാറേ, ഈ ക്രിസ്മസ് ദിനത്തിൽ മനോജ് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നന്ദി ശൈല ഡോക്ടർ. എന്തായാലും നമ്മുടെ സേഡ് സാറ് ഒരുപാട് അറിവുള്ള ഒരാളാണെന്ന് മനസ്സിലായി. ഒരുപാട് ആഴത്തിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. എനിക്ക് പറയാനുള്ള വ്യത്യസ്തമായ ഒരു കാര്യം, അതായത് ഇതിന് സൂക്ഷ്മ അർത്ഥങ്ങളുണ്ട് ഇതിനെല്ലാം തന്നെ. പക്ഷെ ദൗർഭാഗ്യവശാൽ സ്ഥൂലമായുള്ള അർത്ഥങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് സാധാരണക്കാര്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യേശുക്രിസ്തു ഒരു വലിയ ദേവാലയത്തിന് മുമ്പ് എന്നോട് പറയുകയുണ്ടായി, നിങ്ങൾ ഈ കർത്താവിന്റെ ദേവാലയം തകർത്താൽ ഞാനത് 3 ദിവസം കൊണ്ട് പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കേട്ടത് സാധാരണക്കാരനാണ്. അപ്പൊ അവര് കേൾക്കുന്നതാണ് ഈ ബാക്കിലുള്ള വലിയ പള്ളിയാണ് ഇവൻ എങ്ങനെയാണ് 3 ദിവസം ഉണ്ടാക്കുന്നത് പറഞ്ഞത്. യഥാർത്ഥ യേശുക്രിസ്തു ഉദ്ദേശം എന്താണ്? കർത്താവിന്റെ ദേവാലയം സ്വന്തം ശരീരമാണെന്നും അത് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കണം പറഞ്ഞത്. അപ്പൊ ഇത് വളരെ സൂക്ഷ്മ. പക്ഷേ ദൗർഭാഗ്യവശാല് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന പുരോഹിതന്മാർ ഈ അർത്ഥത്തിലല്ല പറഞ്ഞു കൊടുക്കുന്നത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമെത്തിഫെതിയതേ, ഈ കുന്തിപുത്ര ഈ ശരീരത്തെ ക്ഷേത്രമെന്നറിഞ്ഞാലും ക്ഷേത്രത്തിൽ ക്ഷീയതേ, ഇത് ക്ഷേത്രം നശിക്കുന്നതാണ് ക്ഷേത്രം. എവിടെയെങ്കിലും ക്ഷേത്രം നശിച്ചു ആരും നെഞ്ചത്തടിച്ച് നിലനിൽക്കേണ്ട യാതൊരു കാര്യമില്ല, നശിക്കും. ക്വയറ്റ് നാച്ചുറൽ. എല്ലാത്തിനും തന്നെ സൂക്ഷ്മാർത്ഥമുണ്ട്. നേരത്തെ പറഞ്ഞു ഞാനായിരുന്നു ചോദ്യം പറയുമല്ലോ. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നതാണ്, സ്വർഗസ്ഥനായ പിതാവ് ഞാൻ ഒന്ന് തന്നെ. അപ്പൊ ഈ പറഞ്ഞ ശരീരമല്ല, അവിടെയാണ് തെറ്റുപറ്റുന്നത്. ഈ പറയുന്ന ശരീരമാണ് ഈ പറയുന്ന കർത്താവ് എന്ന് വിശ്വസിക്കുന്നതാണ് പ്രശ്നം. കാരണം ശരീരം നശിച്ചു, കർത്താവ് നശിച്ചപ്പോ ഇതിപ്പോ ആത്മാവിന് നാശമില്ല. സൂക്ഷ്മാർത്ഥത്തിൽ ഗ്രഹിച്ചാൽ മാത്രമേ
നമ്മൾ ഈ ഓരോ ജന്മങ്ങൾ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഒരു പുരോഗതി ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ പോലെ കിടക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എല്ലാ ആശംസകളും. നന്ദി. ഓക്കെ. എല്ലാവർക്കും വൈൻ കൊടുത്തോ? കുറച്ച് കൊടുത്തു. അതൊന്നും കൊടുക്കണം കേട്ടോ, അല്ലേ ശരിയാവില്ല. വൈൻ കഴിച്ച് എന്തെങ്കിലും അസുഖം ഉണ്ടായാലും സിംഗം മറ്റ് കൊടുക്കാം സാറേ, അല്ലേ? വൈൻ കഴിച്ച് എന്തെങ്കിലും അസുഖം ഉണ്ടായാലും സിംഗം മറ്റ് കൊടുക്കാം, അല്ലേ സാറേ? അതെ അങ്ങനെ പറയാനുള്ളൂ. ഓക്കെ. അല്ല സാറിന് വൈൻ കണ്ടാണ് കുടിച്ചാൽ സാറ് ചുമ റൂമെക്സും സാറിന് ചുമയുടെ ഒരു പറഞ്ഞ റൂമെക്സ് കഴിച്ചായിരുന്നോ സാറ്? റൂമെക്സ് നല്ല കഴിച്ചു നോക്കിയതേ, ഒരു രക്ഷയില്ല. റൂമെക്സ് കഴിച്ചായിരുന്നു അല്ലേ? മെപ്പൈറ്റിസ് ഉണ്ട് ഇപ്പൊ കുറച്ചെനിക്ക് കുറഞ്ഞിരിക്കുന്നത്. ഞാൻ രാവിലെ കഴിച്ചാണ് മറന്നുപോയി. ഡ്രോസറ കഴിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. കുപ്പറം മറ്റ് കഴിച്ചു, അതും കുറവുണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ മെപ്പൈറ്റിസ് കഴിക്കുമ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. നമ്മുടെ ഓപ്പിയം പോലെ മെഡിസിൻ കഴിക്കണം സാറേ. മെഡിസിൻ റെസ്പോണ്ട് ചെയ്ത അവസ്ഥയല്ലേ? ഓപ്പിയം ഒരു ദിവസം കഴിച്ചിട്ട് സാറ് ബാസിലിനം കഴിക്കാറുണ്ടോ? ബാസിലിനം കഴിക്കാറുണ്ടോ സാറ്? ബാസിലിനം കേട്ടായിരുന്നോ? ബാസിലിനം ബാസിലിൻ ചുമ വന്നാല് കൺട്രോൾ ആയില്ലേ കൊടുക്കുന്നത് മരുന്നുകളാ. സാറ് കഴിച്ചായിരുന്നോ? ഇതിന് 3 ആഴ്ച കഴിച്ചില്ല. സാറ് കഴിച്ചായിരുന്നോ? കുപ്പറം മറ്റ് കഴിച്ചു. ബാസിലിനം കഴിച്ചായിരുന്നോ? ഇല്ല. ഒരു ഡോസ് കഴിച്ചു നോക്ക് സാറ് രാത്രി. ബാസിലിൻ കഴിക്കാറുണ്ട് ഇതൊക്കെ ഒന്നാമട്ടെല്ലാം. വൈനിന്റെയും കേക്കിന്റെയും കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മനോജ് ഡോക്ടർ പറഞ്ഞ കാര്യം കൂടെ ചേർത്ത് പറയുന്നത്. ഹ്യൂബർട്ട് ഡോക്ടറാണ് ഞങ്ങൾക്ക് വൈനും കേക്കും തരേണ്ടത്. പക്ഷെ മനോജ് ഡോക്ടർ പറഞ്ഞ കണക്ക് എല്ലാത്തിന്റെയും സൂക്ഷ്മമായ അർത്ഥത്തിലെടുത്താൽ മതി, സ്ഥൂലം എടുക്കണ്ട. അപ്പോ അതുകൊണ്ട് തന്നെ സിംഗം മറ്റൊന്നും കഴിക്കേണ്ടി വരില്ല. നമ്മളെല്ലാം സൂക്ഷ്മമായി കഴിച്ചെന്ന് തന്നെ കരുതിയാണ് കേട്ടോ. കോഴിക്കോട് നിന്ന് ഒരു 10-85 കിലോമീറ്റർ പോയാല് മാഹി എന്നൊരു സ്ഥലമുണ്ട്. നല്ല വൈൻ കിട്ടും അവിടെ. മറ്റേ എന്താണ് ഈ ടാക്സ് ഒന്നും ഇല്ലാതെ കിട്ടുമെന്ന് തോന്നുന്നു. അതെ. വൈറ്റ് വൈൻ, റെഡ് വൈൻ പല കിട്ടും. ഓക്കെ. അപ്പൊ ഇനി ക്രിസ്മസ് ആലപ്പുഴ ലത്തീൻ ചർച്ചിൽ എനിക്ക് മിക്കവാറും കിട്ടുമായിരുന്നു. അവിടെ ഒരു പാതിലേക്ക് എന്റെ പേഷ്യന്റ് ഉണ്ടായിരുന്നു. അയാൾ കുപ്പി കൊണ്ട് തരും എനിക്ക്. ശരി. ഇപ്പൊ കിട്ടിയില്ലേ? ഈ വർഷം ഞാൻ ഇല്ല, ഇതൊന്നും കിട്ടിയിട്ടില്ല. കിട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, കിട്ടിയില്ല. കുട്ടി മുഴുവൻ തേനാ, നല്ല തേൻ കിട്ടി, കാട്ടിലെ തേന്. എന്റെ തേന്റെ ഇത് ഉൾപ്പെടെ തേനീച്ചയുടെ കൂടെ ഉൾപ്പെടെ കിട്ടി. ഒന്ന് കൃഷ്ണനാഥ കൊണ്ട് തന്നത്. ഇപ്രാവശ്യം അതുകൊണ്ട് സംതൃപ്തിപ്പെടുക. അതെ. ഓക്കെ. ഇനി ക്രിസ്മസ് ആശംസകൾ പറയുന്നതിന് വേണ്ടി ഷഫീഖ് ഡോക്ടറുണ്ട്, മഷൂദ് ഡോക്ടറുണ്ട്, ഷാജി ഡോക്ടറുണ്ട്. ആർക്ക് വേണമെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. മറിയാമ്മ ജോർജ് ഡോക്ടറുണ്ട്. മറിയാമ്മ ജോർജ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് എല്ലാവർക്കും ക്രിസ്തു ആശംസകൾ. ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാവ് ദീർഘദർശി ഇപ്രകാരം പറഞ്ഞു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്ന പേർ വിളിക്കപ്പെടും എന്ന് അരുളി ചെയ്തതായ ആ വചനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ കൂടെ സാധിച്ചു. സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് മാലാഖമാർ പറഞ്ഞു. അങ്ങനെ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ആ സന്തോഷം നമ്മളിൽ പകരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇസ്മായിൽ സേട്ട് ഡോക്ടർ പറഞ്ഞതുപോലെ ഈസാ നബിയും യേശു ക്രിസ്തുവും ഒന്ന് തന്നെയാണ്.
2 ഭാഗങ്ങളിൽ അത് പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഈസാ നബിയുടെ എല്ലാ ആശംസകളും IFPH-ലുള്ളതായ എല്ലാ അംഗങ്ങൾക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. നന്ദി തോമസ് ഡോക്ടറെ. എന്തായാലും ഇതിൽ പങ്കെടുക്കുകയും ആശംസകളും സന്ദേശങ്ങളും ഒക്കെ അറിയിച്ച തോമസ് ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി ഷഫീഖ് ഡോക്ടർക്ക് സംസാരിക്കാമോ? അൺമ്യൂട്ട് സംസാരിക്കാമോ? ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? ഷഫീഖ് ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ക്രിസ്മസ് ആശംസകൾ. കേൾക്കാമോ? കേൾക്കാം ഷഫീഖ് ഡോക്ടറെ. ഞാനിപ്പോ വേണ്ടത്ത് നിൽക്കുകയാണ്. എങ്കിലും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ക്രിസ്മസ് ആശംസകളും അഡ്വാൻസ് ആയിട്ട് ന്യൂ ഇയർ ആശംസകളും നേരുന്നു. വൈൻ കിട്ടുമോ ഷഫീഖെ? വൈൻ എല്ലാവർക്കും നാളെ കൊടുത്തേക്കാൻ. സാറേ, ഇപ്പം പ്യുവറായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയാലേ പറ്റൂ. അല്ലാത്തതിലുള്ള എല്ലാം മായങ്ങളാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം മായിച്ചു ഉപയോഗിക്കാനെന്നാണ്. മായിച്ചു ഉപയോഗിക്കുന്ന പലരും സൂക്ഷിച്ചു വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഉണ്ടാക്കി തരും. അല്ല, അതിന്റെ വിദഗ്ധന്മാരിരിക്കുകയല്ലേ. ഡോക്ടർ ഹ്യൂബർട്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത് വളരെ സിമ്പിളാണ്. അതായത് നല്ല ഗ്രേപ്സ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. കുറച്ച് അത് നന്നായിട്ട് അടിച്ച് ജ്യൂസ് ആക്കിയിട്ട് അതിൽ പഞ്ചസാര ഇട്ട്, നല്ല പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ടിട്ട് അതിൽ കുറച്ച് ഗ്രാമ്പും ഇച്ചിരി ഈസ്റ്റ്, ഒരല്പം ഈസ്റ്റ്, അല്പം ഈസ്റ്റ് മാത്രം ഇട്ടിട്ട് 4-5 ദിവസം കഴിഞ്ഞിറങ്ങുന്നതിന് ശേഷം തിളപ്പിച്ചെടുത്താൽ മതി. നല്ല വൈനായി. ഇത്രയേ ഉള്ളൂ. വലിയ സാധനങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 5 ദിവസം വെച്ചേക്കണം. 5 ദിവസം ഇത്തിരി ഈസ്റ്റ് ഇട്ട്, ഇത്തിരി ഗ്രാമ്പും ഇട്ട്, ഗ്രേപ്സ്, പിന്നെ പഞ്ചസാര, ഈ 4 ഐറ്റം മതി. നല്ല 5 ദിവസം കഴിയുമ്പോൾ നല്ല വൈനായിട്ട് കിട്ടും. പിന്നെ അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അരിച്ചെടുക്കുക. തിളപ്പിക്കണം, കാരണം തിളപ്പിച്ചില്ലെങ്കിൽ എല്ലാം പൊട്ടിത്തെറിക്കും. തിളപ്പിച്ച് അതിലുള്ള ഇതിനൊക്കെ ഈസ്റ്റിനെയൊക്കെ കൊല്ലണം. കൊന്നു തീർന്നതിന് ശേഷം പിന്നെ അത് കുഴിച്ച് വെച്ചിരുന്നാൽ അത് ഇരിക്കും, വർഷക്കണക്കിനിരിക്കും. യേശുക്രിസ്തു വൈനുണ്ടാക്കിയെന്ന് അറിയാമോ ഹ്യൂബർട്ട് ഡോക്ടറെ? അത് പറയണോ? പച്ചവെള്ളത്തിനെ മുന്തിരിച്ചാറാക്കി അല്ലേ? അതായത് ഒരിടത്ത് ഒരു കല്യാണത്തിന് പോകുന്ന യേശുവിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ഇത് എങ്ങനെയാണ്. ഒരിടത്ത് പോകുന്നു, അവിടെ കല്യാണത്തിന് വൈൻ തീർന്നു പോയി. അപ്പോൾ മാതാവ് വന്ന് ജീസസിന്റെ അടുത്ത് പറയാണ്, അവിടുത്തെ വൈന് തീർന്നു. അപ്പോൾ അതൊരു വലിയ ഒരു അപമാനമാണ്. കാരണം ഒരു കല്യാണ സദ്യക്ക് എല്ലാവരെയും വിളിച്ചു തീർന്നതിന് ശേഷം വീഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപമാനമാണ്. അപ്പോൾ ഉടൻ ജീസസ് പറഞ്ഞ് അവിടെ കുറച്ച് കുടം കാണുന്നു, ഒരു 8 കൽഭരണികൾ. ഈ സാധാരണ പഴയ കാലത്തൊക്കെ പലരും സൂക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കൽഭരണികൾ. അപ്പോൾ ഒഴിഞ്ഞ കൽഭരണികളായിരുന്നു. ജീസസ് പറഞ്ഞ അതിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. വെള്ളം നിറച്ചു തീർന്നതിന് ശേഷം പലരും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അത് ഇപ്പോൾ ഡോക്ടർ മനോജ് പറഞ്ഞതുപോലെ അതിന് വേറൊരു ഇതുകൂടെ ഉണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഒരു ആത്മീയാർത്ഥമുണ്ട്. ആ ആത്മീയാർത്ഥം എന്താണെന്ന് വെച്ചിരുന്നാൽ, നമ്മളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുക. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞു തീരുമ്പോൾ നമ്മളെല്ലാം നല്ല വൈനായിട്ട് മാറും. അപ്പോൾ ഇത് കല്യാണത്തിന് ഒരു കുടിച്ച ആൾക്കാരെല്ലാം പറഞ്ഞു, അയ്യോ ഇത് ഉഗ്രം വൈനാണല്ലോ. എല്ലാവരും ആദ്യം നല്ല വൈന് വിളമ്പും, അത് കഴിയുമ്പോൾ മോശപ്പെട്ട വൈന് വിളമ്പും. പക്ഷെ ഇവിടെയാണെങ്കിൽ സംഭവിച്ചത് നേരെ നല്ല വൈന് വെച്ചിട്ട് ഇപ്പോഴാണല്ലോ തന്നേന്ന് പറഞ്ഞു. അപ്പൊ ജീസസ് പറയുന്ന ഒരു സന്ദേശം, ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യരും ദൈവാത്മാവിനാൽ നിറയുക. അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ പറയുന്ന സംഗതി തന്നെയാണ്. പ്രണവം എന്ന് പറയുന്ന സംഗതി തന്നെയാണ്. ഓങ്കാരം എന്ന് പറയുന്ന സംഗതി തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ മനുഷ്യൻ നിറയുക. നമുക്കെല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ആത്മാവുണ്ട്. ദൈവം നമുക്ക് ആദ്യം അയച്ചു തരുന്ന സമയത്ത് തന്നെ, ഭൂമിയിലേക്ക് നമുക്കൊരു ജന്മം തരുന്ന സമയത്ത് തന്നെ, നമ്മൾ പരിശുദ്ധമായാണ് നമ്മൾ ഈ ഭൂമിയിൽ വരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വന്ന് ഒരു അംശം, ഈ സൂക്ഷ്മാംശം എന്ന് പറയുന്ന ഒരു അംശം വരുന്നത് വിശുദ്ധമായ അംശമാണ്. പക്ഷെ നമ്മുടെ ഈ അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മാംസവുമായി ചേരുമ്പോഴോ, മാംസത്തിൽ പാപത്തിന്റെ അംശമുള്ളതിനാൽ അത് മലിനമാകും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ മാലിന്യം കൂടി നെഗറ്റീവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
മനുഷ്യൻ നെഗറ്റീവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പത്മാസനത്തിലൊക്കെ ഇരുന്ന് നമ്മൾ സാധാരണ ഇത് ചെയ്യുന്ന സമയത്ത് യോഗി വര്യന്മാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം എല്ലാവരും പറയും സീറോയിലേക്ക് വരണം, മനുഷ്യൻ സീറോയിലേക്ക് വരണം, എല്ലാ ചിന്തയും മാറ്റി സീറോയിലേക്ക് വരണം. സീറോയിലേക്ക് വരിക എന്നുള്ളതല്ല, അത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നെഗറ്റീവിൽ കിടക്കുകയാണ്. നെഗറ്റീവിൽ നിന്ന് നേരെ കയറി സീറോയിലോട്ട് എത്തണം. സീറോയിലോട്ട് എത്തി തീർന്ന് ക്ലിയർ ആയി തീർന്നതിന് ശേഷമാണ് പിന്നെ മുകളിലോട്ടുള്ള യാത്ര, വിശദീകരണത്തിന്റെ യാത്ര. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പല വഴികൾ ലോകത്തിന് ഇതിനു മുൻപ് പല വഴികൾ പല ഭാഗത്ത് ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട്. അതിൽ ചില വഴികൾ എന്ന് പറയുന്നത് ചിലർ നമ്മുടെ ആത്മാവിനെ എങ്ങനെ വിശദീകരിക്കാം, അതിന് അവരെല്ലാവരും പലതും ഉപേക്ഷിക്കുന്നു. ചിലർ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നു, ത്യാഗങ്ങൾ ചെയ്യുന്നു, സമ്പത്ത് കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഇതിലെല്ലാം നമ്മൾ വിശദീകരണം സംഭവിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും വിശദീകരണം സംഭവിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ആദ്യം നമ്മൾ വന്ന ഒരു ഓർമ്മയുണ്ട്. നമ്മൾ വിശുദ്ധരായിരുന്ന ഓർമ്മ, ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഓർമ്മയുണ്ട്. ഈ ഓർമ്മയാണ് നമ്മൾ എല്ലാവരും അന്വേഷിക്കുന്നത്. പക്ഷെ നമുക്കറിയില്ല, റിയാലിറ്റി നമുക്കറിയത്തില്ല, നമ്മൾ എന്ത് ഓർമ്മയിലോട്ടാണ് പോകാനായിട്ട്. നമ്മുടെ ഈ ആദ്യം നമ്മുടെ ആത്മാവ് മാതാവിന്റെ ഉദരത്തിൽ വന്നപ്പോൾ ഉള്ള വിശുദ്ധിയിലേക്ക് നമുക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ എഴുതപ്പെട്ടു. അതാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോഴാണ് ഓരോരുത്തർ വഴി കാണിച്ചിട്ടുണ്ട്, നീ ഈ വഴിക്ക് പോലെ, ഈ വഴിക്കുണ്ട്, പണം ഉണ്ടാക്ക്, നീ പ്രതാപം ഉണ്ടാക്ക്, നീ രാഷ്ട്രീയ സ്ഥാനം പിടിച്ചെടുക്ക്. അപ്പോൾ ഇതെല്ലാം മനുഷ്യനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിലുള്ള ഈശ്വരനിലേക്ക് പോകേണ്ട ആ വഴിയിൽ നിന്ന് ഇതെല്ലാം നമ്മളെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യൻ മൊത്തം ഡൈവേർട്ട് ചെയ്തിരിക്കും. പിന്നെ അവസാനം എല്ലാ രോഗവും വന്ന് അവസാന ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കും ഈശ്വരനിലേക്ക് പോകണം. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ലിമിറ്റഡ് ആണ്. നമ്മളൊരു 100 വർഷം ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമുഖത്ത് 36,000 ചുറ്റം ദിവസം നമ്മൾ ജീവിക്കും. 50 വയസ്സാണ് ജീവിക്കുന്നതെങ്കിൽ 18,000 ദിവസത്തിലേക്ക് കുറയും. ഏതാനും ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. പക്ഷെ നമ്മള് ആത്യന്തികമായിട്ട് നമ്മൾ എത്തേണ്ട സ്ഥലം ദൈവത്തിലേക്കാണ്. അത് തന്നെയാണ് എല്ലാ മനുഷ്യരും തേടുന്നതും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മനുഷ്യർ ആഗ്രഹിക്കുന്നതും. അപ്പൊ അതിന് ജീസസ് ഒരു വഴി കാണിച്ചു. യേശുക്രിസ്തു അമ്മയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അമ്മയെ എനിക്ക് സിദ്ധി കാണിക്കാൻ സമയമായിട്ടില്ല എന്നുള്ള പറഞ്ഞിട്ട് അവർ വകവെച്ചില്ല. അതാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ വ്യാവഹാരിക അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ജീവിതത്തിൽ ഏറ്റവും ക്രൈസിസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇതാണ്. കാരണം ഇതൊരു ചർച്ചാ വിഷയമായി. യഥാർത്ഥത്തിലാണ് സമയമായാലും അദ്ദേഹത്തിന്, പക്ഷെ അമ്മ സമ്മതിക്കില്ല. അപ്പൊ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പുള്ളിയെ ചെയ്തത്. പക്ഷെ പുള്ളി പറഞ്ഞിരുന്നു എനിക്ക് സമയമായില്ല എന്നുള്ളത്. ഇവിടെ ഓർമ്മിക്കണുണ്ടാവും അല്ലേ? അതെ അതെ. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാല് രാമകൃഷ്ണ പരമഹംസന്റെ അടുത്ത് ഒരാള് ഈ ഇങ്ങനെ വായിന്ന് ഇങ്ങനെ തീ എടുക്കുന്നതാണ് എനിക്ക് പറയാം. അപ്പൊ പുള്ളി പറയും ഇത്ര പാടുകൊണ്ടായാലും തീപ്പെട്ടി പാറയെന്ന് ചോദിക്കും. ഇതിൽ സിദ്ധി ഒരിക്കലും കാണിക്കരുത് എന്നുള്ളതാണ്. കാണിച്ചു കഴിഞ്ഞാൽ ആത്മീയമായ ഉത്കർഷയ്ക്ക് തടസ്സം ഉണ്ടാകുന്ന യേശുക്രിസ്തുവിന് അറിയാവുന്നതുകൊണ്ടാണ് പുള്ളി അത് പാടില്ലെന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് പരമഹംസ പറഞ്ഞ സൂചിപ്പിച്ചത്. സിദ്ധികൾ കാണിക്കുന്നവരും ഇതെന്ന് എന്താ പറയാ യോഗഭ്രഷ്ടം സംഭവിക്കുന്നു പറയാം. അതാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്, യോഗഭ്രഷ്ടം എന്ന് പറയും. ഓക്കെ, അപ്പോ ഒരു പാട്ട് പാടാം. തീർച്ചയായിട്ടും ഒരു പഴയ പാട്ട്. ഒരു കോടി ജന്മം ഭൂമിയിൽ തന്നാലും ഒരു കോടി നിറകോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയതിനാവും തമ്പുരാനെ. എന്റെ ദൈവമേ, എന്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതേ. എന്റെ ദൈവമേ, എന്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതേ. ഒരു കൈ കുഞ്ഞായി പിറന്നൊരാ നാൾ തിരുക്കരം തന്നിലായി കാത്തവൻ നീ. ഒരു കൈ കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും എന്റെ ദൈവമേ, എന്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതേ. എന്റെ ദൈവമേ, എന്റെ സ്നേഹമേ,
നന്ദി ഞാൻ തീർക്കുന്നതെങ്ങനെ. പതികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവുരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പതികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവുരു താങ്ങി എന്നെ തുണച്ചവനേ. പാപമാം ലോകത്തിൻ ആയയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ. എന്റെ ദൈവമേ, എന്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതേ. എന്റെ ദൈവമേ, എന്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ ഒരു കോടി നാവേനി നിറകോടി നന്മയാൽ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഹ്യൂബർട്ട് ഡോക്ടറെ, നല്ല പാട്ടായിരുന്നു. ഇനി ഇത്തിരി ഒരു സ്പീഡ് പാട്ടുകൂടെ പാടി നമുക്ക് ഇപ്പോഴത്തേക്കും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സമയമാവും. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണ് ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം, നിത്യജീവനെ ഇടുന്നു ദൈവം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണ് ദൈവം. ചെങ്കടലിൽ നീ അന്ന് പാത തെളിച്ചു, മരുവിൽ മക്കൾക്കായി മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ ജീവനാളമായി. വഴിയും സത്യവുമായവരെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. മനുജനെ ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ വെളികരിച്ചു. തിരുനിണവും ദിവ്യ ഭോജ്യവുമായി ഈ ഉലകത്തിൻ ശാന്തിയായി. വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. സദരിരിഗ ഗരിരി സദരിരിഗ ഗമമരിരിഗ ഗമമ ഗരിരിഗ ഗമമ പപ ഗഗമമ പപ മമ ഗഗമമ പപ ദദ മമ പപ ദദ പപ മമ പപ ദദ നിനി പപ ദദ നിനി ദദ പപ ദദ നിനി സഫ സഫ നിനി ദദ നിനി സഫ നിനി ദദ പപ നിനി ദദ പപ ദദ നിനി ദദ പപ മമ ദദ പപ മമ പപ ദദ പപ മമ ഗഗമമ പപ മമ ഗഗരിരി മമ ഗഗരിരി ഗഗമമ ഗഗരിരി സഫ. കൊള്ളാം. അപ്പൊ നമുക്ക് ഈ സമയം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറക്കം വന്നിരിക്കുമ്പോ ഒരു സ്പീഡ് പാട്ടായാലേ നമ്മളെല്ലാരും ഒന്നുകൂടെ ഒന്ന് ഉണർന്നിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സ്പീഡ് പാട്ടാകാം. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്രിസ്മസ് ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അല്ല, എന്തൊക്കെ പറഞ്ഞാലും 14 പേരെ ഇപ്പൊ ഉള്ളത്. അത് എഴുതിയെടുക്കും. അതുകൊണ്ട് പോകും. ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒരു മനുഷ്യൻ പൂർത്തിയാവൂ എന്നുള്ള ചിന്ത എന്നും വലുതായിട്ട് ആർക്കും ഇല്ല.
ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മള് വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പോഴും എല്ലാവരും അടുത്ത ദിവസം ഇതിൽ കാണാനല്ലോ, യൂട്യൂബിൽ കാണാനല്ലോ, അതിൽ 10,000-2,000 പേര് ദിവസം കാണുന്നുണ്ട്. പക്ഷെ അത് പോരെ ഡോക്ടറെ, കാരണം ഇത് ഈ എണ്ണം ഒരു ആഘോഷമൊക്കെ ആകുമ്പോഴത്തേക്ക് മറ്റേ അറിവ് തന്നെ നേടാനാണെങ്കിൽ യൂട്യൂബിൽ കണ്ടാൽ, ഇതെന്ന് പറയുന്ന ഒരു ആഘോഷമല്ലേ. അപ്പൊ അത് പാർട്ടിസിപ്പേഷൻ എല്ലാരും കൂടെ പങ്കെടുത്തത് ഒരു ആഘോഷമാക്കണം. യൂട്യൂബിൽ ശരിയാണ്. കൂടെ ആഘോഷമാക്കാൻ പറ്റുമോ? അല്ല, അതിന് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞത്, പല സ്ഥലത്തും നമ്മൾ ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പെട്ടിട്ട് അവിടെ നെറ്റ് കിട്ടുന്നേ ഇല്ല. കുറേ ട്രൈ ചെയ്തിട്ടാണ് ഏതാണ്ട് തീരാനൊരു 10-15 മിനിറ്റ് ഉള്ളപ്പോഴാണ് നെറ്റ് കിട്ടിയത്. എങ്കിലും നമ്മളത് ഓൺ ചെയ്ത് വെക്കാനൊന്ന് ശ്രമിക്കണം. അതാണ്, ഓൺ ചെയ്ത് വെച്ചാലും നമുക്ക് സങ്കടമില്ല. അതെ, ഇത്ര പേര് പാർട്ടിസിപ്പൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഗസ്റ്റുകൾ വരുമ്പോൾ സ്പെഷ്യൽ പ്രോഗ്രാമിന് അവരെ മോശക്കാരാക്കാൻ പാടില്ല. അപ്പൊ അവര് ഇന്നലെ നോക്കുമ്പോ ഇത്ര പേര് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ ഓൺ ചെയ്ത് വെക്കണം. അതെല്ലാരും ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ ഉപകാരം. ഇന്നലത്തെ തന്നെ പ്രോഗ്രാം വളരെ നല്ല ഒരു പ്രോഗ്രാം ആയിരുന്നു. ആ ബിജു പെരുമ്പുഴ സാറൊക്കെ എത്ര നന്നായിട്ടാണ് എന്ത് നല്ല അറിവും അതിന്റെ അവതരണ ശൈലിയും, നല്ല പ്രോഗ്രാം ആയിരുന്നു. അത് കേട്ടാൽ നമുക്ക് സമയം പോണതോ അറിയത്തേ ഇല്ല, ഉറക്കം വരുന്നതും ഒന്നുമില്ല. നല്ലതാണ്, നമുക്ക് വീണ്ടും കേൾക്കാനാണ് തോന്നിയത്. അതെല്ലാം യൂട്യൂബിൽ കൂടെ കാണും. പക്ഷെ അവര് നോക്കുമ്പോൾ ഇന്നലെയും ആള് കുറവായിരുന്നു, 20-25 പേരേ ഉള്ളൂ. അപ്പൊ കുറച്ചുകൂടെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഒരു സന്തോഷം, ഇത്രയും ആൾക്കാര് ഉണ്ടല്ലോ എന്നുള്ളത്. ഇപ്പൊ ഇന്ന് ക്രിസ്മസും അതുപോലെ തന്നെ, ക്രിസ്മസ് ആഘോഷമാണ്. അത് പിന്നെ യൂട്യൂബിൽ കൂടെ കണ്ടിട്ട് കാര്യമില്ല. ഈ ആഘോഷം കുറച്ചും കൂടി എല്ലാവരും ഉണ്ടെങ്കിൽ വളരെ സന്തോഷം. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വളരെ സന്തോഷം. അതുപോലെ നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് സേട്ട് സാറും നമ്മോടൊപ്പം എത്തി. സുഖമില്ലെങ്കിൽ പോലും അദ്ദേഹം അവസാനം വരെ ഇരുന്നു. സേട്ട് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ ഡോക്ടർ മനോജ്, IFPHന്റെ ആസ്ഥാന ഗായകനായ ഹ്യൂബർട്ട് ഡോക്ടർ 2-3 പാട്ടും പാടി. ആദ്യത്തെ പാട്ട് വളരെ മനോഹരമായിരിക്കുന്നു. അതിൻ്റെ കൂടെ അതിൻ്റെ സീനറികളെല്ലാം നന്നായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് വേണ്ടി ഡോക്ടറും ഇതെല്ലാം പാട്ടുപാടി ഇതെല്ലാം കാണിച്ചു തന്നു. ഒരു വീഡിയോ റെക്കോർഡിങ് വളരെ നന്നായിട്ടുണ്ട്. അതിനും വളരെ സന്തോഷം. ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഷഫീഖ് ഡോക്ടർ, തോമസ് ഡോക്ടർ, ഇനി ആരാണ് എല്ലാം വിട്ടുപോയോ? ഇല്ലല്ലോ, ധനേഷ് ഡോക്ടർ, എല്ലാവരും പങ്കെടുത്തു. ഇപ്പോൾ ക്രിസ്മസ് ആശംസകളും മെസ്സേജുകളും ഒക്കെ അറിയിച്ചു. എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.